തൃശൂരിൽ ബി.ജെ.പിയെ മൂന്നാം സ്ഥാനത്തെത്തിക്കുമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. വടകരയിൽ നിന്ന് മാറുന്നതിൽ പ്രയാസമുണ്ടായിരുന്നു, പക്ഷെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം സംതൃപ്തിയോടെയാണ് ഏറ്റെടുക്കുന്നത്. വടകരയിൽ യു.ഡി.എഫ് വിജയിക്കും. ഇത്തവണയും കേരളത്തിൽ രാഹുൽ ഗാന്ധി ഫാക്ടർ ഉണ്ടാകുമെന്നും മുരളീധരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തൃശ്ശൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് എനിക്കൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വടകരയിലെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മാറ്റം. അതെ, ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ മാറ്റം വേണ്ടിവരും എന്ന് നേതാക്കൾ വിളിച്ചറിയിച്ചു. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശും സുധാകരനും വിളിച്ചിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് മാറുമ്പോൾ ഒരു പ്രയാസമുണ്ട്, എങ്കിലും എന്താണ് പാർട്ടി തീരുമാനിക്കുന്നത് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ വടകരയിൽ നിന്ന് മാറുന്നതിൻ്റെ ഒരു ഇപ്പം പറഞ്ഞ പോലെ പ്രയാസം അറിയിച്ചിരുന്നു. കാരണം താങ്കൾ MP ആയി അവിടെ MP ആണ്, പക്ഷെ അതിനൊപ്പം തന്നെ ഈ കെ ശൈലജ വരുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് ഇറങ്ങിയ ഒരാൾ കൂടിയാണ്. തീർച്ചയായിട്ടും പാർട്ടി ആദ്യം വേണ്ടാന്നുള്ള അഭിപ്രായക്കാരനായിരുന്നല്ലോ. പാർട്ടി മത്സരിക്കുന്ന സൂചന തന്നപ്പോൾ പിന്നെ വടകര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ പെട്ടെന്ന് പോരാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രയാസം, പക്ഷേ പാർട്ടി ഏൽപ്പിച്ച ദൗത്യമാണല്ലോ, അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള എൻ്റെ ചുമതല. ഇപ്പോൾ പൂർണ്ണ സംതൃപ്തിയോട് കൂടിയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം അവിടെ എത്തുന്ന സമയത്ത് BJP അവരുടെ A-ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി കരുതിയിരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ഒപ്പം തന്നെ VS സുനിൽകുമാർ എന്നുള്ള കരുത്തനായ ഒരു LDFിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ് അവിടെ മത്സര രംഗത്തുള്ളത്. പ്രധാനമായി ആര് തമ്മിലായിരിക്കും പോരാട്ടം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മത്സരം UDF LDF ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നാലേ BJP മൂന്നാം സ്ഥാനത്ത് പോകും. ആ ലക്ഷ്യമായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. വിജയിക്കുന്നതിന് പുറമെ BJPയെ മൂന്നാം സ്ഥാനത്തേക്ക് അയക്കുക, കേരളത്തിൽ BJPയുടെ ഭീഷണി എന്നേക്കുമായിട്ട് ഒഴിവാക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. ഈ രണ്ടുപേരും മത്സരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച VS സുനിൽകുമാർ, ഒപ്പം തന്നെ കെ മുരളീധരൻ. മതേതര വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ അത് BJP ഗുണം ചെയ്യുമെന്നുള്ള ഒരു തോന്നലുണ്ട്. ഇല്ല, മതേതര വോട്ടുകൾ ഭിന്നിപ്പുണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം മതേതര വോട്ടുകൾ ഭിന്നിപ്പില്ലാതെ ലഭിച്ചാൽ മാത്രമേ ഈ BJPയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളാൻ കഴിയുള്ളൂ. അതനുസരിച്ച് എൻ്റെ സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാം. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നും സെക്യുലർ കാഴ്ചപ്പാടാണ് എന്നെ നയിച്ചിട്ടുള്ളത്. ഈ വടകരയിൽ നിന്ന് താങ്കൾ മാറുന്ന സമയത്ത് സ്വാഭാവികമായും എതിർ മുന്നണിയിൽ നിന്നൊക്കെയുള്ള ഒരു പേടിച്ചോടുകയാണ്. കെ ശൈലജയെ പേടിച്ച് താങ്കൾ ഓടുന്നു എന്ന് അവിടെ ഒരു അവസരവാദമാണ് താങ്കൾ കാണിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടെ അവരെ രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ഈ BJPയെ എതിർക്കുക ഒരു കോൺഗ്രസ്സുകാരൻ ശക്തമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇവരുടെ ഒരു ആരോപണത്തിൻ്റെ മൊനയൊടിയാണല്ലോ, അതിൻ്റെ സങ്കടം ഉണ്ടാവും. പിന്നെ അങ്ങനെ കെ ശൈലജയെ പേടിക്കേണ്ട ഒരു കാര്യമില്ല.